നമസ്കാരം. വ്യത്യസ്തരായ കൃഷിക്കാരെയും മികച്ച കർഷകരെയും പരിചയപ്പെടുത്തുന്ന ഹരിതം ഹരിതാഭം എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിലെ തലയോലപ്പറമ്പ് പഞ്ചായത്തിലുള്ള ജോമി ആന്റണി എന്ന മികച്ച കർഷകനെ കുറിച്ചുള്ള പരിപാടിയാണ്. ഇത് തലയോലപ്പറമ്പ് പഞ്ചായത്തിലെ വടയാറിനടുത്തുള്ള പാലായി തയ്യിൽ വീട്ടിൽ ജോമി ആന്റണി മൾട്ടിനാഷണൽ കമ്പനിയുടെ ഉദ്യോഗസ്ഥനായി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്തു വന്നിരുന്ന ജോമി ഒരു ദിവസം പൊടുന്നനെ ജോലി വലിച്ചെറിഞ്ഞ് മുഴുവൻ സമയ കൃഷിക്കാരനായി മാറുകയായിരുന്നു. 5 വർഷം മുൻപ് ജോമി ഈ തീരുമാനമെടുത്തപ്പോൾ നെറ്റി ചുളിച്ചവരും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചവരും ഏറെയുണ്ട്. അവർക്കെല്ലാമുള്ള ഉത്തരം കൂടിയാണ് ഇന്ന് ജോമിയുടെ പുരയിടത്തിൽ പഴുത്തു വിളഞ്ഞ് കിടക്കുന്നത്. ജോമിയുടെ വീടിരിക്കുന്ന പുരയിടത്തിൽ ഇല്ലാത്ത കൃഷി ഒന്നുമില്ലെന്ന് വേണമെങ്കിൽ പറയാം. ഏത്തവാഴ കൃഷി മാത്രമല്ല, കദളി, ചെങ്കദളി, ഞാലിപ്പൂവൻ, റോബസ്റ്റോ തുടങ്ങി സ്വദേശിയും വിദേശിയുമായ ഒട്ടുമിക്ക ഇനം വാഴ ഇനങ്ങളും ജോമിയുടെ തോട്ടത്തിലുണ്ട്. ശാസ്ത്രീയ കൃഷിരീതികൾ അവലംബിച്ച് കൃഷി ഇറക്കിയതോടെ കുരുമുളകും ജാതിയും സമൃദ്ധമായി വിളയുകയും ചെയ്തു. തൻ്റെ കുടുംബത്തിന് ആവശ്യമായ വിഷരഹിത പച്ചക്കറികൾ യഥേഷ്ടം ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ വിപണിയിൽ വിൽക്കുവാനും ജോമിക്ക് കഴിയുന്നു. കൃഷി എന്നാൽ മണ്ണിൽ വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തുന്നവ മാത്രമല്ല, ഭക്ഷണവും വെള്ളവും കൊടുത്ത് പരിപാലിക്കുന്നവ കൂടി ഉൾപ്പെടുന്നതാണെന്നാണ് ജോമിയുടെ മതം. നല്ല ഇനം പശുക്കൾ, മുയൽ, വ്യത്യസ്ത ഇനം മുട്ടക്കോഴികൾ, ഇറച്ചിക്കോഴികൾ എന്നിവയും ജോമിയുടെ ഫാമിൽ വളരുന്നു. കൃഷികളെല്ലാം ഒന്നിനൊന്ന് ബന്ധപ്പെടുത്തി പരസ്പരം വളമാകുന്ന വിധത്തിലാണ് ഈ കർഷകൻ ശാസ്ത്രീയ രീതിയിൽ ക്രമീകരിച്ചിരിക്കുന്നത്. ഇതുമൂലം ഏതെങ്കിലും ഒന്നിൽ ഇടയ്ക്ക് നഷ്ടമുണ്ടായാലും ഇതര വിളകളിലെ വരുമാനത്തിലൂടെ അത് നികത്തുവാൻ കഴിയുമെന്ന് ജോമി പറയുന്നു. വെറും 5 സംവത്സരം കൊണ്ട് സ്വന്തം പുരയിടത്തിൽ ജോമി സൃഷ്ടിച്ച നിശബ്ദമായ കാർഷിക വിപ്ലവം പക്ഷേ വെല്ലുവിളികൾ നിറഞ്ഞത് തന്നെയായിരുന്നു. വലിയ മരങ്ങൾ തണൽ വിരിച്ചു നിന്നതായിരുന്നു ആദ്യ പ്രശ്നം. അത് പരിഹരിച്ച് മണ്ണ് വളക്കൂറുള്ളതാക്കി. ജൈവവളവും രാസവളവും ഒരുപോലെ ഉപയോഗിച്ചാണ് ജോമിയുടെ വളപ്രയോഗ രീതി. കൃഷിയെക്കുറിച്ചും വളപ്രയോഗത്തെക്കുറിച്ചും വാചാലനാകുകയാണ് ജോമി ആന്റണി. ഞാനൊരു 25 വർഷമായി വെളിയിലും മറ്റ് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിട്ട് ജോലി ചെയ്തു. ഇപ്പം നാട്ടിൽ സെറ്റായിരിക്കും. ഒരു 4-5 വർഷത്തോളമായി നാട്ടിലിപ്പം നമ്മൾ കൃഷിയും കാര്യങ്ങളുമായിട്ട് മിക്സഡ് ഫാമിംഗ് ആണ് എൻ്റെത്. ഇൻറ്റഗ്രേറ്റഡ് ഫാമിംഗ്, നമ്മുടെ സമ്മിശ്ര കൃഷി രീതിയാണ് ഞാൻ അവലംബിക്കുന്നത്. അതിപ്പോൾ എനിക്ക് മറ്റുള്ള എല്ലാ പഴവർഗ്ഗങ്ങളും മറ്റ് ജാതി, കുരുമുളക്, തെങ്ങ്, കമുക് ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും, പച്ചക്കറികൾ, പിന്നെ ഇതിനെല്ലാമായിട്ട് വളത്തിന് വേണ്ടിയിട്ട് ഞാൻ പശുക്കൾ, പോത്ത്, മുയൽ, കോഴി ഇങ്ങനെയുള്ള ഐറ്റങ്ങളും, താറാവ് ഇങ്ങനെയുള്ള ഐറ്റങ്ങളുമൊക്കെ ഞാൻ ഇത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട് എനിക്ക്. അത്യാവശ്യം ജൈവവളങ്ങളാണ് ഒരുമാതിരി എല്ലാം തന്നെ, പിന്നെ അത്യാവശ്യം കുറച്ച് രാസവളങ്ങളും ചേർക്കാറുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ കൃഷി രീതികൾ. നല്ല ആഹാരം കഴിക്കുക എന്നുള്ളൊരു ഉദ്ദേശമാണ് ഞാനിത് സ്വന്തമായിട്ട് തന്നെ അത്യാവശ്യ സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നതായ പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, മുട്ട, മാംസം ഇതെല്ലാം ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. തലയോലപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും അടക്കം നിരവധി അംഗീകാരങ്ങളും ഇതിനകം ജോമി ആന്റണിയെ തേടിയെത്തി. യുവാക്കളടക്കം കൂടുതൽ ആളുകൾ കൃഷിയെ ഗൗരവമായെടുത്ത് രംഗത്ത് വരണമെന്ന ആഗ്രഹവും ആവശ്യവും കൂടി ജോമി പങ്കുവയ്ക്കുന്നു. ഹരിതം ഹരിതാഭം ഇവിടെ സമാപിക്കുന്നു. മറ്റൊരു കൃഷിക്കാരൻ്റെ കൃഷിത്തോട്ടത്തിൽ വീണ്ടും കണ്ടുമുട്ടാം. നമസ്കാരം.